അരികുഭിത്തി തകർന്നതോടെ അപകടാവസ്ഥയിലാണ് എറണാകുളം മാർക്കറ്റ് കനാൽ റോഡ്. ദിവസവും 100 കണക്കിന് ഭാരവാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് ഏത് നിമിഷവും തകർന്നു വീഴാം. കനാൽ നവീകരണത്തിനായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ടെൻഡർ എടുത്തിട്ടുണ്ടെങ്കിലും ധനവകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതാണ് നവീകരണം വൈകാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ടൺ കണക്കിന് ഭാരങ്ങൾ വഹിച്ച് 100ഓളം വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന വഴിയാണ് തകർച്ചയുടെ വക്കിലുള്ളത്. എറണാകുളം മാർക്കറ്റ് കനാലിന്റെ ഷൺമുഖം റോഡ് മുതൽ ബാനർജി റോഡ് വരെയുള്ള അരികുഭിത്തികൾ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാം. മാർക്കറ്റിലേക്ക് ലോഡ് കയറ്റിയെത്തുന്ന വാഹനങ്ങൾ കനാലിന്റെ ഓരം ചേർത്ത് നിർത്തിയാണ് സാധനങ്ങൾ ഇറക്കുന്നത്. അരികിടിഞ്ഞതോടെ വാഹനങ്ങൾ ഇവിടെ നിർത്തി സാധനങ്ങൾ ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് മാർക്കറ്റിൽ ഞങ്ങളെപ്പോലുള്ള വ്യവസായികൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഷൺമുഖം റോഡിൻ്റെ അവിടെ മുതലുള്ള പാലം മുതൽ ബാനർജി റോഡിൻ്റെ അവിടം വരെയുള്ള എല്ലാ കൽവർട്ടും പോയി കിടക്കുക. ഇതുവരെ നവീകരണ പദ്ധതി ഒരു ഊർജ്ജസ്വലമായിട്ട് നടക്കണില്ല. കനാൽ നവീകരണത്തിന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് നേരത്തെ ടെൻഡർ ക്ഷണിച്ചെങ്കിലും ടെൻഡറിൽ തീരുമാനമെടുക്കാത്തതാണ് നവീകരണം വൈകുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വർഷങ്ങളായിട്ട് ഇതിങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് KMRL ഈ പദ്ധതി ഏറ്റെടുത്തെന്നാണ് പറയുന്നത്. കോർപ്പറേഷൻ പറയുന്ന മറുപടി അതാ. KMRL ഏറ്റെടുത്തിട്ട് ഇതുവരെയും വർക്ക് ഇവിടെ പ്രോഗ്രസ് ആയിട്ടില്ല. ഈ അടുത്താണ് ഇപ്പോൾ ഇത് ഇടിഞ്ഞൊളിഞ്ഞു പോകണം. ഇനിയിപ്പോൾ അടുത്ത 2 ദിവസം കൂടി മഴ പെയ്ത ഈ റോഡ് കംപ്ലീറ്റ് ഇടിഞ്ഞൊളിഞ്ഞു പോകും. നഗരത്തിലെ 6 പ്രധാന കനാലുകൾ നവീകരിക്കുന്നതിന് സർക്കാർ 3716 കോടി രൂപ അനുവദിച്ചിരുന്നു. കൊച്ചിയിലെ ജലഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനാണ് പദ്ധതി. അമൃത ന്യൂസ്, കൊച്ചി. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് കനാലിന്റെ ഒരു ഭാഗം തകർന്നു വീണിരുന്നു. ആ സമയം ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇതിൽ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് അന്നേരം ഞാൻ അതിൻ്റെ പുറത്ത് നിൽക്കണമായിരുന്നു. അതിൻ്റെ പുറത്ത് നിന്ന് ഈ വണ്ടിയിൽ ലോഡ് കെട്ടി അങ്ങോട്ട് മാറലും അപ്പം തന്നെ പറഞ്ഞു വീണേ. ഒരു സെക്കൻഡ് അല്ലെന്നുണ്ടെങ്കിൽ ഞാനും പോയാലോ വെള്ളത്തിലോട്ട്. ഞങ്ങളത് കണ്ടില്ലായിരുന്നെങ്കിൽ വൈകുന്നേരം ഫാമിലീസ് കൊണ്ടുവന്ന് കാറ് പാർക്ക് ചെയ്തിരുന്നു. ഞങ്ങളൊക്കെ പൂട്ടിപ്പോയി കഴിയുമ്പോൾ അത് രാത്രി 8 മണി 9 മണി 10 മണിയൊക്കെ ബ്രോഡ്വേയിൽ ആളുള്ളല്ലേ. ഇവരാരും ഇത് കാണൂല. അത് ശരിക്കും മുട്ടിച്ച് ചേർത്ത് ഇങ്ങനെ ചരിച്ച് ഫ്രണ്ടായിട്ടാണ് ഇറക്കിയിട്ടത്. ആ ഏതെങ്കിലും വണ്ടികളൊക്കെ വെള്ളത്തിൽ പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ പോരാ അതിനിപ്പോൾ ഒരു വണ്ടി പിടിച്ചാൽ ഞങ്ങൾക്ക് വേറെ വണ്ടി അങ്ങോട്ട് പാസ് ചെയ്ത് പോകാൻ പറ്റില്ല, ചരക്ക് കയറ്റാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. വണ്ടികൾ നിരന്തരം വരുന്നതാണ്. കാരണം ഇത് അരികളോട് ചേർത്ത് നിർത്താതെ വണ്ടികൾക്ക് ഇവിടെ ഇറക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ള വണ്ടികൾ അപ്പുറത്ത് പാസ് ചെയ്ത് പോകണം. അപ്പോൾ അത്രയും വലിയൊരു വണ്ടികൾ വരുമ്പോൾ അത് നല്ലൊരു സുരക്ഷിതമായ രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പണിയണം. അത് കമ്പിയിട്ട് നന്നായിട്ട് വാർത്ത് പണിതില്ലെങ്കിൽ വീണ്ടും ഇത് പണിത് വേസ്റ്റായി പോകും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പണിയണം.